നമുക്കിപ്പോൾ കിട്ടുന്നൊരു വാർത്തയിലേക്ക് കൂടി പോകണം. ഇടുക്കി ഇടമലക്കുടിയിൽ പനി ബാധിച്ച വയോധികനെ ആശുപത്രിയിലെത്തിക്കാൻ കിലോമീറ്ററുകളോളം ചുമന്ന് ബന്ധുക്കൾ കൊണ്ടുപോകേണ്ടി വന്നു. ഇടമലക്കുടി ഗൂഡല്ലാർകുടി സ്വദേശി മാലയപ്പനെ ആശുപത്രിയിൽ എത്തിക്കാനായിരുന്നു ഈ ദുരിതയാത്ര. കമ്പിൽ തുണികെട്ടി രോഗിയെ അതിൽ കിടത്തിയാണ് ഇവർ ചുമന്നത്. ഇടമലക്കുടിയിൽ പനി ബാധിച്ച വയോധികനെ ബന്ധുക്കൾ തുണികെട്ടി അതിൽ കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പ്രിൻസ് ജെയിംസ് ഇതിന്റെ വിവരങ്ങളുമായി ചേരുന്നു. പ്രിൻസ്, നമ്മൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഇത്തരം കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ എന്താണ് ഇങ്ങനെയൊരു അവസ്ഥ ഇവർക്കുണ്ടാക്കിയത്? ഇവർ മറ്റ് സഹായങ്ങളും മാർഗങ്ങളും തേടിയിരുന്നില്ലേ? എന്ത് സംഭവിച്ചു? എന്താണ് ഇവർക്ക് പറയാനുള്ളത്? ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ മാത്രമല്ല, കേരളത്തിലെ ഇടമലക്കുടി ഇതൊരു പതിവ് കാഴ്ചയായി മാറുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇന്ന് 25 വയസ്സുകാരനായ മാലയപ്പനെയാണ് കുടിനിവാസികൾ, ഇടമലക്കുടി ഗൂഡല്ലാർകുടി നിവാസികൾ മഞ്ചലുണ്ടാക്കി കെട്ടി ഇരുത്തി അവിടുന്ന് 4 കിലോമീറ്ററോളം വനമേഖലയിലൂടെ നടന്ന്, അതായത് ചെറിയ കാട്ടുപാതകളിലൂടെ നടന്ന് പുഴയൊക്കെ മുറിച്ചു കടന്ന് ജനവാസ മേഖലയിലെ റോഡിൽ പ്രധാന പാതയിലേക്ക് എത്തിച്ചത്. അതായത് മാങ്കുളത്തിന് സമീപം ആനക്കുളത്തെത്തിക്കുകയും അവിടെ നിന്ന് വാഹനത്തിൽ എത്തി അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തുകയും ചെയ്തു. ഇത് കാലങ്ങളായി ഇവർക്ക് ഉണ്ടാകുന്ന ഒരു ദുരവസ്ഥയാണ്. ഇതുവരെയും ഇടമലക്കുടിയിലേക്ക് സഞ്ചാരയോഗ്യമായ ഒരു റോഡില്ല. ഇത്തരത്തിൽ അപകടാവസ്ഥയിലാകുന്ന അല്ലെങ്കിൽ രോഗം മോചിക്കുന്ന രോഗികളെ കൊണ്ട് ഇവർ ഇത്തരത്തിലാണ് പലപ്പോഴും പുറംലോകത്തേക്ക് എത്തിക്കുന്നത്. പ്രത്യേകിച്ചും ഇടമലക്കുടിയിലേക്ക് പെട്ടുപടിയിൽ നിന്ന് ഇപ്പോൾ ഒരു റോഡ് നിർമ്മാണം നടക്കുന്നുണ്ടെങ്കിൽ പോലും പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, അതായത് ഗൂഡല്ലാർകുടി തുടങ്ങിയ മേഖലകളിൽ താമസിക്കുന്ന ആളുകൾക്ക് ഈ റോഡുകൾ കൊണ്ട് ഗുണകരം ആവില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. പ്രത്യേകിച്ചും ഇടമലക്കുടിയിൽ ഈ റോഡ് എത്തുന്ന, നിലവിൽ നിർമ്മിക്കുന്ന റോഡ് എത്തുന്ന ഭാഗത്തു നിന്നും കിലോമീറ്ററുകൾ അകലെയാണ് ഈ ഗൂഡല്ലാർകുടി അടക്കമുള്ള പ്രദേശങ്ങളുള്ളത്. അവിടെ നിന്നും ഏറ്റവും അടുത്തെത്താവുന്ന ഒരു പാത മാങ്കുളത്തിലുള്ള ആനക്കുളത്ത് സമീപത്തേക്ക് എത്തുകയാണ്. ഈ പ്രദേശത്തേക്ക് ഏകദേശം 4 കിലോമീറ്റർ റോഡ് നിർമ്മിച്ചാൽ എത്താമെന്ന് ഇവർ മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പാതയിലൂടെയാണ്, കാട്ടുപാതയിലൂടെയാണ് ഇപ്പോൾ ഇവർ രോഗിയുമായി എത്തിയത്. 75 വയസ്സുകാരനായ വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് അവർ എത്തിയത്. കഴിഞ്ഞ വർഷവും സമാനമായ രീതിയിൽ രോഗികളെ കൊണ്ട് വരികയും ഒരു ബാലൻ മരണപ്പെടുന്ന ഒരു സാഹചര്യം വരെ ഇടമലക്കുടിയിൽ ഉണ്ടായിട്ടുണ്ട്. ശരി, പ്രിൻസ് ആണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.